അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, റജബിൻ്റെ അവസാന രാവുകളിലാണ് നാം ഏവരും ഉള്ളത്. റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതിവാക്കാവുന്ന, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കർമ്മമാണ്, ആരാധനയാണ് ദുആ. നമ്മുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും നാഥനോട് ചോദിക്കുന്നതിലപ്പുറം അത് ഒരു ആരാധന കൂടിയാകുന്നു. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദുആ ഒരു ആരാധനയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നു, ഇദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അള്ളാഹു നമ്മളോട് തുറന്നു പറയുകയാണ് നമ്മളോട് ചോദിക്കാൻ. അപ്പോൾ നാം എന്തിനാണ് മടി കാട്ടേണ്ട ആവശ്യം? നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് തന്നെ ചോദിക്കാം. അതുപോലെ തന്നെ സൂറത്തുൽ അഅ്റാഫിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇദ്ഉ റബ്ബക്കും തളർറുഅൻ വഖഫിയതൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് രഹസ്യമായും താഴ്മയോടും കൂടി ചോദിക്കുക. കാരണം അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ആരാധനയാകുന്ന ദുആയിൽ ഏത് സമയത്തും നമ്മൾ മുഴുകേണ്ടതാണ്. ദുആ വിളിച്ചപേക്ഷിക്കുക എന്ന അറബി പദത്തിൻ്റെ ഇംഗ്ലീഷിൽ ഇൻവോക്ക് എന്ന പദമാണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഡിക്ഷണറികളിലെ നിർവചനം പരിശോധിച്ചാൽ നമുക്ക് ദുആയിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടു കോൾ ഓൺ ഫോർ എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിനോ സഹായത്തിനോ വേണ്ടി വിളിക്കുക. നമ്മളുടെ സഹായവും അതുപോലെ നമ്മളെ സംരക്ഷിക്കേണ്ടതും നാഥനാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് തുറന്നുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അള്ളാഹുവിനോട് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ചേരുന്ന ഒരു ആരാധനയുമായി അത് മാറുന്നു. ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിൽ ചില ഗുണങ്ങൾ, ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏതൊരു അമ്പെയ്ത്തുകാരനും തൻ്റെ അമ്പിൻ്റെ ശക്തിയോടൊപ്പം തൻ്റെ വില്ലും ശക്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട്. ശക്തമായ വില്ലിന് മാത്രമേ അമ്പിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ദുആയിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കണമെങ്കിൽ നമ്മളിൽ ചില ക്വാളിറ്റികൾ, ചില ഗുണങ്ങൾ, ചില കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പൂർണ്ണ വിശ്വാസം, അള്ളാഹുവിൽ അടങ്ങിയിരിക്കുന്ന നിഷ്കളങ്കമായ ആത്മാർത്ഥമായ വിശ്വാസം. അള്ളാഹു തന്നെ ഖുർആനിലൂടെ പലതവണ ആവർത്തിച്ച് പറയുന്നതാണ് ഇഖ്ലാസും മുഖ്ലിസീൻ എന്ന പദങ്ങളെല്ലാം. അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട്, അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക. പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യവുമായി സംവദിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നത്, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എല്ലാം ഹലാലായ അനുവദനീയമായ മാർഗത്തിൽ ലഭിച്ചതാണോ എന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അനുവദനീയമാക്കപ്പെട്ടതിൽ നിന്ന് ഭക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, നമ്മുടെ വസ്ത്രങ്ങളാകട്ടെ നമ്മുടെ ഭക്ഷണങ്ങളാകട്ടെ എല്ലാം അനുവദനീയമായ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നവരാണ്. എങ്കിൽ കൂടി നമ്മളിൽ ചില മഹാപാപങ്ങൾ, ചില വൻ തെറ്റുകൾ സംഭവിക്കുന്നില്ലേ, അല്ലെങ്കിൽ അത്തരം തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചൂതാട്ടം, മദ്യപാനം, അത്തരത്തിലുള്ള ഒരുപാട് തെറ്റുകൾ, അത്തരം തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഇത്തരം ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ ഉൾച്ചേർന്നിരിക്കലാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ദുആയിന് മുമ്പുള്ള, അല്ലെങ്കിൽ ദുആയിൻ്റെ നിബന്ധനകളായി ഇവയെ പരിഗണിക്കാം. ദുആ ചെയ്യുന്നതിന് മുമ്പ്, അള്ളാഹുവിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനമായ ഒരു കാര്യം എന്നത്, നമ്മൾ ദുആ ചെയ്യുന്ന വ്യക്തി ഒരു രോഗിയാണ്. എന്തുകൊണ്ട് ഒരു ദുആ ചെയ്യുന്ന വ്യക്തി, പ്രാർത്ഥിക്കുന്ന ആൾ രോഗിയായി മാറുന്നു? നമുക്കറിയാം, ഏതൊരു രോഗിയും തൻ്റെ അസുഖങ്ങളിൽ നിന്ന് അവൻ റിക്കവർ ചെയ്യുന്നത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിനുകൾ അവൻ കൃത്യമായി അനുവർത്തിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ദുആകളിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ദുആകൾ തീർച്ചയായും സ്വീകരിക്കപ്പെടുന്നതാണ്.
അതിൽ ഒന്നാമത്തെ കാര്യം താഴ്മയോടുകൂടി വിനയത്തോടു കൂടി നമ്മൾ ദുആ ചെയ്യുക എന്നതാണ്. നേരത്തെ പരാമർശിച്ച ഖുർആൻ വാക്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇദ്ഉ റബ്ബക്കും തളർറുഅൻ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം തളർറുഅൻ, വിനയത്തോടു കൂടി താഴ്മയോടുകൂടി. അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് താഴ്മ, വിനയം, ഇത് രണ്ടും നമ്മളിൽ ഉൾച്ചേർന്നിരിക്കണം എന്നതാണ്. പിന്നീട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നത് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ ചെയ്തതായിരിക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് ദുആ ചെയ്യുക. ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൻ്റെയും ഗുണങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒരാളോട് അയാളെ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുമ്പോഴും അതുപോലെ നമ്മളിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ നമ്മൾ അത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് സമീപിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുമോ അത്തരത്തിലുള്ള ഗുണങ്ങൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ദുആയിൽ ചെയ്യുമ്പോൾ ലഭിക്കുമെന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന ഘടകം എന്നത് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ നമ്മൾ വുളൂ ചെയ്തവരാണോ, നമ്മളിൽ വുളൂ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ വുളൂ ഉണ്ടായിരിക്കുകയും കിബിലക്ക് മുന്നിടുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുആ അവസാനിക്കുമ്പോഴും ഇതുപോലെ തന്നെ അള്ളാഹുവിന് ഹംദ് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും ചൊല്ലി ദുആ ചെയ്താൽ നമ്മുടെ ദുആ തീർച്ചയായും സ്വീകരിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുആയിൽ ഒരിക്കലും നമ്മൾ ഇൻഷിഅത്ത, നീ ഉദ്ദേശിച്ചാൽ എന്ന് പറയരുത്. നമ്മൾ ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ള ദുആ ഒരിക്കലും നടത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ ഇതിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും അള്ളാഹു നീ ഉദ്ദേശിച്ചാൽ എന്ന് നമ്മൾ പറയാതിരിക്കുക. അതുപോലെ തന്നെ ദുആയിൽ ഒരിക്കലും നമ്മൾ ധൃതി കാണിക്കരുത്. ആവശ്യക്കാരൻ നമ്മളാണ്. ഈ ഭൗതിക ലോക ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പല ആവശ്യങ്ങൾക്കും എത്രയധികം സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. നമ്മുടെ ഇത്തരം ആവശ്യങ്ങൾ നമ്മുടെ റബ്ബിനോട് ചോദിക്കാൻ അല്പം സമയം കൂടുതൽ നമ്മൾ നീട്ടിവെക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നവുമായി നമ്മൾ പരിഗണിക്കേണ്ടതുമില്ല. അടുത്തത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ 99 നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യുക. അസ്മാഉൽ ഹുസ്ന, നമ്മുടെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തുദ്ധരിക്കുന്ന ആ 99 നാമങ്ങൾ നമ്മുടെ ദുആയിൽ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ തീർച്ചയായും നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ദുആയിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളും അതിനുശേഷം ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളും, നമുക്ക് വേണമെങ്കിൽ നിബന്ധനകളും മര്യാദകളും എന്ന് വേണമെങ്കിൽ പറയാം, ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല. ഇനി നമ്മുടെ ദുആ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സംശയമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് വേണ്ടി മറ്റൊരു ഹൈറ് മാറ്റിവെച്ചിട്ടുണ്ടതാണ്. അല്ലെങ്കിൽ അക്കാര്യത്തിൽ നിന്ന് നമുക്ക് പിണയാനുള്ള, നമുക്ക് ചിലപ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെ നമ്മളിൽ നിന്ന് ദൂരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ദുആഅന, അല്ലാഹുമ്മ ഇസ്തജിബ് ദുആഅന യാ റബ്ബൽ ആലമീൻ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.